ഓക്കെ, ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഐസോടോപ്പ് കണ്ടെത്തിയതാണ്. ഓക്കെ, ആരാണത് ഐസോടോപ്പ് കണ്ടെത്തിയത്? ഐസോടോപ്പ് കണ്ടെത്തിയ സയന്റിസ്റ്റ് ഫ്രെഡറിക് സോണിയാണ്. നിങ്ങൾക്ക് ഫ്രാങ്ക് ലെബി എഴുതി കളയുന്നത്. ഓക്കെ, ഫ്രാങ്ക് ലെബി ഐസോടോപ്പിന്റെ ഭാഗത്ത് പഠിക്കുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഫ്രാങ്ക് ലെബി. നമുക്ക് അതിനെ കുറിച്ച് പറയുന്നതായിരിക്കും. ഫ്രെഡറിക് സോണി, ഫ്രെഡറിക് സോണി അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൂടെ കിട്ടി 1921 കേട്ടോ. 1921 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൂടെ കിട്ടിയത് ഐസോടോപ്പ് കൊണ്ട് കണ്ടുപിടുത്തത്. ഈ ഐസോടോപ്പ് പഠിക്കുമ്പോൾ നമുക്ക് ഐസോടോപ്പ്, ഐസോ ബാർ, ഐസോടോൺ, ഉണ്ടോ? ഇത്ര കാര്യങ്ങളൊന്നും പഠിച്ചു മാറേണ്ടതായിട്ടുണ്ട്. ഐസോടോപ്പ്, ഐസോ ബാർ, ഐസോടോൺ. ഒന്നുമില്ല, ഐസോടോപ്പിന്റെ എക്സാമ്പിൾ നോക്കി നമുക്ക് കൃത്യമാക്കാം. നോക്കിയോ, ഐസോടോപ്പ് 1H1, 1H2, 1H3. ഐസോ ബാറിനെ നോക്കിയോ, AR 1840, കാൽസ്യം 2040. ഐസോടോൺ (1H3), ഹീലിയം 24. എക്സാമ്പിൾസ് ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് ഇതിന്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കും. അതായിരിക്കും കുറച്ച് നല്ലത്. ഈ താഴെ വശത്തായിട്ട് വന്നിരിക്കുന്നതായ, അതായത് ഇവിടുത്തെ 1, ഇവിടുത്തെ 1, ഇവിടുത്തെ 1, അപ്പൊ താഴെ വശത്ത് വന്നിരിക്കുന്നതായ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ. അപ്പൊ എന്ത് മനസ്സിലായി? 1H1, 1H2, 1H3 അല്ലേ? 1H1, 1H2, 1H3. അപ്പൊ താഴെയല്ല അറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ് അല്ലേ? എന്താണ് വ്യത്യാസമായിട്ട് വരുന്നത്? 1, 2, 3 മുകളിൽ വന്നിരിക്കുന്ന സംഖ്യകൾ, അതായത് മാസ് നമ്പർ. ഇവിടെ കയറി നിങ്ങൾ അറ്റോമിക മാസ് എന്ന് പറയരുത്. മുകളിൽ വരുന്നത് എണ്ണമായതുകൊണ്ട് അതിനെ മാസ് നമ്പർ എന്ന് തന്നെ പറയണം. ഉണ്ടോ? മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണമാണ് മാസ് നമ്പർ. മുകളിൽ വന്നിരിക്കുന്നതിനെ മാസ് നമ്പർ എന്ന് തന്നെ പറഞ്ഞു ശീലിക്കണം. മുകളിൽ വന്നിരിക്കുന്നത് നമ്മൾ അറ്റോമിക മാസ് എന്ന് പറയരുത്. ഓക്കെ, അറ്റോമിക. അപ്പൊ എന്തായി ഡെഫിനിഷൻ ആയല്ലോ? അറ്റോമിക് നമ്പർ തുല്യവും, ഉണ്ടോ? അറ്റോമിക് നമ്പർ തുല്യവും മാസ് നമ്പർ വ്യത്യാസവും വരുന്നതായ ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പ്. ഐസോടോപ്പ് കണ്ടുപിടിച്ചത് ഫ്രെഡറിക് സോണി. ഉണ്ടോ? കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനമൊക്കെ കിട്ടുകയുണ്ടായി. ഇനി എന്താ സംഭവിച്ചത്? ഐസോബാർ. ഐസോബാർ നോക്കൂ, താഴെ വശത്ത് നോക്കൂ, 1820. താഴെ എന്താണ്? ഇവിടെ അറ്റോമിക് നമ്പർ സെയിം ആണല്ലേ, മാസ് നമ്പർ ഡിഫറന്റ് ആണ്. ഡിഫറന്റ്. ഇവിടെ നോക്കൂ 1820. അറ്റോമിക് നമ്പർ ഡിഫറന്റ്. എന്താ സെയിം ആയിട്ട് വന്നിരിക്കുന്നത്? മുകളിലുള്ള സംഖ്യ 40-40. മുകളിൽ വന്നിരിക്കുന്ന സംഖ്യ സെയിം ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് മാസ് നമ്പർ സെയിം. ഉണ്ടോ? എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ കുറച്ച് എളുപ്പമാകുമല്ലോ അല്ലേ? അറ്റോമിക നമ്പർ വ്യത്യാസവും മാസ് നമ്പർ തുല്യവുമായിട്ട് വരുന്ന ഇത്തരം മൂലകങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോബാർ. തീർന്നു. ഇനി ഐസോടോൺ നോക്കൂ, എന്തൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നു? താഴെ വന്നിരിക്കുന്നതായ അറ്റോമിക നമ്പർ വ്യത്യാസം ഉണ്ടാവും. അറ്റോമിക നമ്പർ വ്യത്യാസം ക്ലിയർ ആയില്ലേ? അറ്റോമിക നമ്പർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്തിന്റെ എണ്ണം വ്യത്യാസം എന്നർത്ഥം? പ്രോട്ടോണിന്റെ എണ്ണം വ്യത്യാസം. അതാണല്ലോ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോണിന്റെ എണ്ണം വ്യത്യാസമായി. ഇനി എന്താ വ്യത്യാസം? മുകളിൽ വന്നിരിക്കുന്നതായ എണ്ണം. അതല്ല, മുകളിൽ വന്നിരിക്കുന്ന എണ്ണം ഏതാ? മാസ് നമ്പർ വ്യത്യാസം. ഉണ്ടോ? മാസ് നമ്പർ വ്യത്യാസം. മാസ് നമ്പർ ഡിഫറൻറ്റ്. മാസ് നമ്പർ വ്യത്യാസം. പക്ഷേ നിങ്ങൾ ഈ ഇവിടുത്തെ 3 ഇവിടുത്തെ 1 കുറച്ച് നോക്കൂ. ആൻസർ 2 കിട്ടി. അത് എന്തിനാ ഞാൻ കുറച്ചത്? മുകളിലുള്ള മാസ് നമ്പറിൽ നിന്ന് എന്ത് കുറച്ചു? അറ്റോമിക നമ്പർ കുറച്ചു. ഉണ്ടോ? മുകളിലുള്ള മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറച്ചു. അപ്പൊ നമുക്ക് അതിന്റെ 2 കിട്ടി. ഈ 2നെ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ന്യൂട്രോണിന്റെ എണ്ണം എന്ന് വിളിക്കുന്നത്. ഉണ്ടോ? ന്യൂട്രോണിന്റെ എണ്ണം കാണുന്ന സമവാക്യമാണ് ഏത്? മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ, ന്യൂട്രോണുകളുടെ എണ്ണം. അപ്പൊ എത്ര കിട്ടിയത്? 2 കിട്ടി. അടുത്ത നോക്കേ, വീണ്ടും ഇതുപോലെ തന്നെ മാസ് നമ്പറിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു? അറ്റോമിക നമ്പർ കുറയ്ക്കുന്നു. ഏത്? ഈ എലമെന്റിലെ. ഇവിടുത്തെ മാസ് നമ്പർ എത്ര? 4 മൈനസ് അറ്റോമിക നമ്പർ എത്ര? 2. സമം 2 കിട്ടി. ഉത്തരം 2 കിട്ടി. അവിടെ എന്തിന്റെ എണ്ണം തന്നെ? ന്യൂട്രോണിന്റെ എണ്ണം തന്നെയാണ്. ന്യൂട്രോണിന്റെ എണ്ണം. അപ്പൊ എന്ത് തുല്യമായിട്ട് വന്നു?
ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായിട്ട് വന്നു. അപ്പൊ എങ്ങനെയായി നിർവചനം? വെരി കെയർഫുൾ. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളുടെ പേരെന്ത്? ഐസോട്ടോൺ. ഇനി ഐസോട്ടോണില് പ്രോട്ടോണിന്റെ എണ്ണം വ്യത്യാസമായിരിക്കും, മാസ് നമ്പർ വ്യത്യാസമായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഡെഫിനിഷൻ PSC ഇങ്ങനെ വന്നിട്ടില്ല. ആകെ വന്നിട്ടുള്ളത് ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളുടെ പേരെന്ത്? ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായി വരുന്ന ആറ്റങ്ങളുടെ പേരെന്ത്? ഐസോട്രോൺ. ഐസോബാർ കണ്ടുപിടിച്ചതാര്? ഐസോട്രോൺ കൊണ്ട് കണ്ടുപിടിച്ചതാര്? ക്വസ്റ്റ്യൻ ഒന്നും തന്നെ PSC ഇല്ല. സോ നമുക്ക് ആകെ കണ്ടുപിടുത്ത ആരുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ? ഐസോട്ടോപ്പ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞര് എന്നുള്ള ചോദ്യമാണ്. അപ്പൊ ക്ലിയർ ആയിട്ട് ഡെഫിനിഷൻ ഒന്നുകൂടി പറഞ്ഞേക്കാം. അറ്റോമിക് നമ്പർ തുല്യവും മാസ് നമ്പർ വ്യത്യാസമുള്ള മൂലകങ്ങളെ വിളിക്കുന്ന പേര് ഐസോട്ടോപ്പ്. ഐസോട്ടോപ്പിന് എക്സാമ്പിൾ ആണിത്. പിന്നെ അപ്പൊ ഇതാൾക്കൊക്കെ എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കും താഴെ പറയുന്ന ഐസോട്ടോപ്പുകളുടെ ജോഡി ഏത് എന്നൊക്കെ ചോദിക്കാം. പിന്നെ ഐസോബാർ അറ്റോമിക് നമ്പർ വ്യത്യാസവും മാസ് നമ്പർ തുല്യവുമായതായ മൂലകങ്ങളെ വിളിക്കുന്ന പേര് ഐസോബാർ. പിന്നെ ഇവിടെ നോക്കിക്കോളും, ഇവിടെ 1H3 2He2 അത് പിന്നെ അവിടെ തുല്യമാണ്. നമ്മൾ എടുത്ത് എത്രയാണ് എങ്ങനെ കണ്ടുപിടിച്ചു? മാസം നിന്ന് അറ്റോമിക് നമ്പർ കുറച്ച് കിട്ടിയ ഉത്തരം നോക്കിയപ്പോൾ തുല്യമായിട്ട് തോന്നുന്നു. അതായത് ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളെ വിളിക്കുന്ന പേര് ഐസോട്ടോൺ. ഇത്രയാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. ഇവിടെ കയറി ഐസോമർ പഠിക്കേണ്ട കാര്യമില്ല. ഈ ഭാഗത്ത് ഐസോമർ ഓർഗാനിക് കെമിസ്ട്രി ഇല്ലേ? ഓർഗാനിക് കെമിസ്ട്രിയിൽ ഐസോമർ ഒന്നും പഠിക്കേണ്ട കാര്യം ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ഐസോ ഇലക്ട്രോണിക് എന്ന് പറയുന്ന ഭാഗമൊന്നും ഇവിടെ നോക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. PSC അതൊന്നും നോക്കേണ്ട. പിന്നെ ഇലക്ട്രോണിക് എന്ന് പറയുന്ന ഭാഗമൊന്നും ഇവിടെ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇത്രയും മാത്രം നോക്കിയാൽ മതി. ഐസോട്ടോപ്പ്, ഐസോബാർ, ഐസോട്രോൺ നോക്കി. അപ്പൊ നമുക്ക് പറഞ്ഞേക്കാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഐസോട്ടോപ്പുകൾ കണ്ടുപിടിക്കാൻ ഒരു മൂലകം അടിസ്ഥാനമാക്കി എടുത്തായിരുന്നു. അപ്പൊ കുറച്ച് ഐസോട്ടോപ്പുകളുടെ പേര് നമ്മൾ പരീക്ഷിക്കുന്നു, പഠിച്ചു വെക്കണം. ഐസോട്ടോപ്പ്. ആദ്യത്തെ ഐസോട്ടോപ്പ് C11, മറ്റൊരു ഐസോട്ടോപ്പ് C12. പരീക്ഷയ്ക്ക് വേറെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു ഐസോട്ടോപ്പാണ് C14. പിന്നെ മറ്റൊന്ന് Na24, സോഡിയം 24. പിന്നൊന്ന് ഗോൾഡ് 198. മറ്റൊന്ന് അയൺ 59. ഉണ്ടോ? നിങ്ങൾ ചോദിക്കും വലതുവശത്ത് എഴുതിയിരിക്കുന്ന സംഖ്യകൾ എന്താണ്? ഇപ്പൊ കാർബൺ 11, കാർബൺ 12, കാർബൺ 14, സോഡിയം 24, ഗോൾഡ്. ഇവിടെ എഴുതിയിരിക്കുന്ന സംഖ്യകളെല്ലാം തന്നെ, ഈ വലതുവശത്ത് എഴുതിയിരിക്കുന്ന സംഖ്യകളെല്ലാം തന്നെ ഏതാണ്? മാസ് നമ്പർ ആണെന്ന് പ്രത്യേകം ഓർത്തോണം. ഉണ്ടോ? മാസ് നമ്പർ വലതുവശം ഇങ്ങനെ ഈ എലമെന്റുകളെ എഴുതാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം കാർബൺ 612 ഇങ്ങനെ എഴുതാം. നമുക്ക് C12 എന്ന് എഴുതാം. അപ്പൊ ഈ 12 എന്തുവാ? മാസ് നമ്പർ ആണെന്ന് ഓർത്തോണം. ഓക്കെ, ക്ലിയർ ആയി. അപ്പൊ C11 ഏതൊക്കെ ഐസോട്ടോപ്പുകൾ എപ്പോൾ എഴുതിയിരിക്കുന്നത്? C11, C12, C14. അതുപോലെ തന്നെ Na24, ഗോൾഡ് 198, പിന്നെ അയൺ 59 അല്ലേ? ടെക്നീഷ്യം 99. ഇനി ഫോസ്ഫറസ് 31, ഫോസ്ഫറസ് 32. അടുത്തത് മെർക്കുറി 197. ഇത് ഫോസ്ഫറസ് ആണ്. ഇത് മെർക്കുറിയുടെ സിമ്പിൾ Hg. അത് കഴിഞ്ഞിട്ടില്ലേ? മെർക്കുറി 197 മാത്രമേ ഉള്ളൂ. ഇനി കൊബാൾട്ട് 60, C വലുത് O ചെറുത്. കൊബാൾട്ട് 60. പിന്നെ അയഡിൻ 131. ഓക്കെ. പിന്നെ ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന ഒരു ഐസോട്ടോപ്പ്. പിന്നെ ട്രിഷ്യം എന്ന് പറയുന്നതായ ഒരു ഐസോട്ടോപ്പ്. ഓക്കെ, നമുക്ക് നോക്കാം. കാർബൺ 11ന്റെ ഉപയോഗം, ഐസോട്ടോപ്പായ കാർബൺ 11ന്റെ ഉപയോഗം ഇതാണ്. പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി എന്ന് പറയുന്നതായ വിധിയിൽ ഉപയോഗിക്കുന്നതായ ഐസോട്ടോപ്പ് പേര് കാർബൺ 11. ഓക്കെ. അടുത്തത് കാർബൺ 12. അതെവിടെ ഉപയോഗിക്കുന്നത്? അറ്റോമിക മാസ് കാണാൻ. മാസ് നമ്പർ അല്ല, അറ്റോമിക മാസ് കാണാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 12. പ്രീവിയസ് ക്വസ്റ്റ്യൻ. അടുത്ത കാർബൺ 14, ഏജ് ഓഫ് ഫോസിലുകളുടെ
കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 14. അങ്ങനെ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര്, അതായത് കാർബൺ 14 ഉപയോഗിച്ചുകൊണ്ട് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന ആ രീതിയെ വിളിക്കുന്ന പേരാണ് കാർബൺ ഡേറ്റിംഗ്. ഉണ്ടോ? കാർബൺ ഡേറ്റിംഗ് എന്ന് വിളിക്കും. ഉണ്ടോ? കാർബൺ ഡേറ്റിംഗ്. ഈ കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഞാൻ നേരത്തെ ഓപ്ഷനകത്ത് എഴുതിയ ഫ്രാങ്ക് ലിബി. ഉണ്ടോ? കാർബൺ 14 ഉപയോഗിച്ച് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന രീതി, പ്രക്രിയ വിളിക്കുന്ന പേരാണ് കാർബൺ ഡേറ്റിംഗ്. കാർബൺ 14ന്റെ ഈ കാർബൺ 14ന്റെ അർദ്ധായുസ് അതായത് 5770 വർഷമാണ്. 5770 വർഷം എന്ന് പറഞ്ഞാൽ കാർബൺ 14 എന്ന് പറയുമ്പോൾ 100 ഗ്രാം ഉണ്ടെന്ന് ഇരിക്കട്ടെ. ആ കാർബൺ 14 എന്ന് പറയുന്ന മൂലകം 100 ഗ്രാം ഉണ്ടെങ്കിൽ അത് പിന്നെ നേരെ പകുതിയായിട്ട് വരാൻ, അതായത് ഒരു 50 ഗ്രാം ആയിട്ട് വരാൻ നമുക്ക് എത്ര വർഷം വേണ്ടി വരും? 5770 വർഷം വേണ്ടി വരും. അതാണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് വിളിക്കുന്നത്, അർദ്ധായുസ് എന്ന് വിളിക്കുക. അതൊക്കെ ഒരുപാട് പരീക്ഷ ചോദിച്ചിട്ടുള്ളതല്ലേ. 5770 ഇത് 5770 ആണ്. ചില ബുക്കിൽ 5760 കാണുന്നുണ്ട്, ചില പഴയ ബുക്കിലൊക്കെ 5730 കാണുന്നുണ്ട്. SCRT ബുക്കിൽ കൊടുത്തിരിക്കുന്നത് 5770 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയത്? നിങ്ങൾക്ക് സംശയം വരല്ലേ? ചില ബുക്കിലൊക്കെ 5760, പഴയ കുറെ ബുക്കുകളിലൊക്കെ 5730 കൊടുക്കുന്നുണ്ട്. SCRT ടെക്സ്റ്റ് ബുക്കിൽ 5770 ആണ്. ഇനി പിന്നെ അപ്പോൾ അത് എവിടെ ഉപയോഗിക്കുന്നത്? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ സോഡിയം 24 ഉണ്ടോ? അത് ഉപയോഗിക്കുന്ന ഈ ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നത് ആൻജിയോഗ്രാമിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഇത്. ഗോൾഡ് 198 ലുക്കീമിയ ചികിത്സയ്ക്ക്, ലുക്കീമിയ ക്യാൻസർ ആണല്ലോ, രക്താർബുദം അല്ലേ, ലുക്കീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. ഇതോ അയൺ 15 ആണോ, അനീമിയ ചികിത്സയ്ക്ക്, വിളർച്ച ഉപയോഗിക്കുന്നതാണ് ഇത്. ടെക്നീഷ്യം 99 ഉപയോഗിക്കുന്നത് ഗാമാറേ സ്കാനിങ്. ഗാമാറേ വെച്ച് സ്കാനിങ് നടത്തുന്നു. ഗാമാറേ സ്കാനിങ്ങിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ടെക്നീഷ്യൻ 99. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഒരുപാട് ബുക്കിൽ ഇത് ഞാൻ കണ്ട് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലാതുള്ള കുറെ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ടെക്നീഷ്യൻ 99. മറ്റൊന്ന് ഫോസ്ഫറസ് 31. ഈ ക്വസ്റ്റ്യൻ ഫോസ്ഫറസ് 31 എന്നുള്ളത് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഫോസ്ഫറസ് 31 അതിന്റെ ഉപയോഗം ന്യൂട്രിയന്റ് എക്സ്ചേഞ്ച് ട്രേസർ. എവിടെ? സസ്യങ്ങളിൽ, പ്ലാന്റ്സിൽ ഉണ്ടോ? പ്ലാന്റ്സിലെ ന്യൂട്രിയന്റ് എക്സ്ചേഞ്ച് ട്രേസർ അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് ഫോസ്ഫറസ് 31 ഉണ്ടോ? ഫോസ്ഫറസ് 31 ഇവിടെ ഉപയോഗിക്കുന്ന ന്യൂട്രിയന്റ് എക്സ്ചേഞ്ച് ട്രേസർ ആയി ഉപയോഗിക്കുന്നു. സസ്യങ്ങളിൽ ന്യൂട്രിയന്റ് എക്സ്ചേഞ്ച് ട്രേസർ പദാർത്ഥ സംഭരണത്തിന്റെ ട്രേസർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഫോസ്ഫറസ് 31. ഫോസ്ഫറസ് 32 നിങ്ങൾക്ക് ഏവർക്കും നല്ല പരിചയമുള്ള സാധനമാണ്. ഇത് സ്കിൻ ക്യാൻസർ. ഫോസ്ഫറസ് 32 ക്ലിയർ ആയല്ലോ? ഫോസ്ഫറസ് 32. ഇനി മെർക്കുറി 197 ഒരു പുതിയ ചോദ്യമാണ്. കിഡ്നി സ്കാനിങ്ങിനാണ് ഫോസ്ഫറസ് 197 ഉപയോഗിക്കുന്നത്. നിരവധി പരീക്ഷകളിൽ ചോദ്യം കണ്ടിട്ടുള്ള ഒന്നാണ് കോബാൾട്ട് 60. അത് പൊതുവെ ക്യാൻസർ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ക്യാൻസർ ചികിത്സയ്ക്ക് നിരവധി പരീക്ഷകളിൽ കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് അയഡിൻ 131 ഗോയിറ്റർ ചികിത്സയ്ക്ക്. ഉണ്ടോ? ഗോയിറ്റർ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ തൈറോയിഡ് ചികിത്സയ്ക്ക്, അങ്ങനെ എഴുതാം. തൈറോയിഡ് ചികിത്സയ്ക്ക് അയഡിൻ 131 ഉപയോഗിക്കും. ഡ്യൂട്ടീരിയം എന്നുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് ആണവ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ഡ്യൂട്ടീരിയം ഓക്സൈഡ് നിർമ്മിക്കാൻ. ഡ്യൂട്ടീരിയം ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്താ? D2O. ഇതിന്റെ ഓമന പേരെന്താ? ഇതിനെ വിളിക്കുന്ന പേരാണ് ഘനജലം. കണ്ടോ? ഘനജലം അല്ലെങ്കിൽ വേറൊരു പേരാണ് ഹെവി വാട്ടർ. അവിടെ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ, അതായത് ആണവ റിയാക്ടറിൽ നമ്മൾ പിന്നെ യുറേനിയത്തിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ന്യൂട്രോണുകൾ ഉണ്ടാവും. അപ്പൊ ആ അതിവേഗതയുള്ള ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ, അങ്ങനെ വേഗത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആണവ റിയാക്ടറിൽ
ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥത്തെ വിളിക്കുന്ന പേരാണ് ഏത്? മോഡറേറ്റർ. മോഡറേറ്റർ ഉണ്ടാവും. മോഡറേറ്ററായിട്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഏതായിരിക്കും? ഗ്രാഫൈറ്റ് ആയിരിക്കും അല്ലെ? ഗ്രാഫൈറ്റ് ആണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഖനജലവും ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഹെവി വാട്ടർ അഥവാ ഖനജലത്തിന്റെ രാസനാമമാണ് ഡ്യൂട്ടീരിയം ഓക്സൈഡ്. എന്നാൽ ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് കണ്ടോ ആണവ റിയാക്ടറിൽ ഉപയോഗിക്കുന്നതായ ഐസോട്ടോപ്പാണ്. ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം. ഇത് ഏതിന്റെ ഐസോട്ടോപ്പ്? ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് അല്ലേ? ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? ഒന്ന് പ്രോട്ടിയം. മറ്റൊരു ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. മറ്റൊരു ഐസോട്ടോപ്പാണ് ട്രിഷ്യം. കണ്ടോ? ട്രിഷ്യം. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം എഴുതിയില്ലേ 1H1 എന്നൊരു എക്സാമ്പിൾ എഴുതിയില്ലല്ലോ. 1H1 അതാണ് പ്രോട്ടിയം. ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് 1H2. ട്രിഷ്യം എന്ന് പറയുന്നത് മോളോട്ട് എഴുതാം. ഓക്കെ, ഇവിടെ എഴുതാം. പ്രോട്ടിയം എന്ന് പറയുന്നത് 1H1. ഡ്യൂട്ടീരിയം ഏതാണ്? 1H2. ട്രിഷ്യം എന്ന് പറയുന്നത് 1H3 ഉണ്ടാവും. പ്രോട്ടീൻ. ഹൈഡ്രജന്റെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതായ ഐസോട്ടോപ്പാണ് ഏത്? പ്രോട്ടിയം. ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് എന്തിനുപയോഗിക്കുന്നു? ആണവ റിയാക്ടറിൽ ഉപയോഗിക്കുന്നതായ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ഈ ഡ്യൂട്ടീരിയത്തിന്റെ ഒരു പേരുണ്ട്. ഇതിനെ വിളിക്കുന്ന പേര് ഹെവി ഹൈഡ്രജൻ എന്നാണ്. ഉണ്ടാവും. ഹെവി ഹൈഡ്രജൻ, അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു പേര് ഘന ഹൈഡ്രജൻ ഉണ്ടാവും. ഈ ഡ്യൂട്ടീരിയമായ ഹെവി ഹൈഡ്രജൻ അഥവാ ഘന ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് നിർമ്മിക്കുന്നത്? ഡ്യൂട്ടീരിയം ഓക്സൈഡ് നിർമ്മിക്കുന്നത്. ഈ ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ് എവിടെ വേണ്ടത്? പിന്നെ ആണവ റിയാക്ടറിൽ മോഡറേറ്റർ ആയിട്ട് വേണ്ടത്. മോഡറേറ്റർ ഏതാ? ഹെവി വാട്ടർ അഥവാ ഖനജലം. അപ്പൊ മോഡറേറ്റർ നിർമ്മിക്കാനാണ് ആക്ച്വലി ഏതിനെ ഉപയോഗിക്കുന്നത്? ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന ഐസോട്ടോപ്പിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി? ആണവ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം. ഇനി ട്രിഷ്യത്തിന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏത്? ട്രിഷ്യം. റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം. ആണവ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയവും റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ട്രിഷ്യവും ഏറ്റവും കൂടുതലുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയവും. ഇനി പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പ് ഉള്ള മൂലകം ടിന്റെ ഐസോട്ടോപ്പുകളുടെ എണ്ണം 10. ഇനി ഏറ്റവും കുറവ് ഐസോട്ടോപ്പുള്ള മൂലകം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളുടെ എണ്ണം 3. ഐസോട്ടോപ്പുകളുടെ വിഭാഗം ഇവിടെ അവസാനിച്ചു. ഓക്കെ.